കലോത്സവ നഗരിയിലെത്തിയ ഒരു അട്ടപ്പാടിക്കാരി. അവരുടെ പേര് അനു പ്രശോഭിനി എന്നാണ്. തന്റെ പേരും നാടും അഭിമാനത്തോടെ മിസ് കേരളയിലെ അവസാന റൗണ്ടിൽ ഉയർത്തിക്കാട്ടിയ അട്ടപ്പാടിയുടെ വനദേവത. ഇത്തവണത്തെ കലാമാമാങ്കത്തിലെ കബനി വേദിയിൽ അരങ്ങു തകർത്തത് അനുവും കുടുംബവും ഇരുള നൃത്തം പരിശീലിപ്പിച്ച 9 സംഘങ്ങളാണ്. അട്ടപ്പാടിക്കാരിയെന്ന് അഭിമാനത്തോടെ എവിടെയും അനു പറയും. മിസ് കേരളയുടെ അവസാന റൗണ്ടിലെത്തിയപ്പോഴാണ് ഈ സുന്ദരിയെ പലരും ശ്രദ്ധിച്ചു തുടങ്ങിയത്. മിസ് കേരളയിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇതേമാതിരി ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ മിസ് കേരള ഫിറ്റ്നസ് ആൻഡ് ഫാഷൻ റൗണ്ടിലേക്ക് സെലക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു അംഗമായി മാറാനും പിന്നെ അതിൽ നമുക്ക് ഫോറസ്റ്റ് ഗോഡസ് എന്ന ടൈറ്റിൽ വിന്നർ ആവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. തൻ്റെ നാടും തനതു കലകളെയും സ്നേഹിച്ചിരുന്ന അനുവിന് ഇത്തവണത്തെ സ്കൂൾ കലോത്സവം നൽകിയത് പുതിയൊരു അനുഭവമാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു കലോത്സവം ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതേമാതിരി ഗോത്ര കലാരൂപങ്ങൾ ഇതേമാതിരി ഉത്സവങ്ങളിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലധികം വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോ ജില്ലകളിൽ പോയിട്ട് ഓരോ ആൾക്കാരെ സ്കൂളുകളിൽ പോയിട്ട് പരിശീലിപ്പിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. മാസങ്ങളായി അനുവും അച്ഛൻ പളനിസ്വാമിയും അമ്മ ശോഭയും സഹോദരൻ ആദിത്യനും പല ജില്ലകളിലായെത്തി കുട്ടികളെ ഗോത്രകലാരൂപമായ ഇരുള നൃത്തം പരിശീലിപ്പിച്ചു. ഓരോ ജില്ലകളിലായി 9 സംഘങ്ങളാണ് ഈ കുടുംബത്തിൻ്റെ പരിശീലനത്തിൽ വേദിയിലേക്കെത്തിയത്. 20 വർഷത്തിലധികമായി കലാരംഗത്തുള്ള പളനിസ്വാമി വനം വകുപ്പിലെ ജീവനക്കാരനാണ്. അയ്യപ്പനും കോശിയും ഉൾപ്പെടെയുള്ള സിനിമകളിലും പളനിസ്വാമി വേഷമിട്ടിട്ടുണ്ട്. ഊരിലെ ഇരുള നൃത്തം വേദിയിലെത്തിച്ചതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഈ കുടുംബത്തിന് അതിയായ സന്തോഷമാണ്. അപ്പോൾ വൈഫ് നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ കുട്ടികൾ ചെറുപ്പം മുതലേ ഞാൻ ഡാൻസ് കളിക്കാൻ പോകും എല്ലാ സ്ഥലത്തും, കേരളത്തിൽ പുറത്ത് ഭാഗത്തായിട്ട്. അത് കണ്ടിട്ടാണ് മകനും മകളൊക്കെ കണ്ട് പഠിച്ചിട്ടുള്ളത്. അവരിപ്പോൾ ഈ മേഖലയിൽ സജീവമായിട്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഓരോ ജില്ലയ്ക്ക് പോയി പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോൾ എനിക്ക് 1-2 ജില്ല എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയ, അപ്പോൾ അത് വലിയൊരു നമുക്ക് സന്തോഷം തന്നെയാണ്. ഒരു കുടുംബം മൊത്തം ഈ കലാ ഫാമിലിയായിട്ട് നടക്കുന്നുമുണ്ട്. പരിശീലനമൊക്കെ സ്കൂളിൽ തലങ്ങളിലേക്ക് നടത്തുമ്പോൾ നല്ല രീതിയിലായിരുന്നു. നമ്മുടെ പാട്ട് തന്നെ നമ്മുടെ കുട്ടികൾ പഠിച്ചെടുക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങളുടെ ഭാഷയിൽ അവർ നല്ല രീതിയിൽ പെട്ടെന്ന് പഠിച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റിയവർക്ക് അത് തന്നെ ഞങ്ങൾക്കൊരു വലിയൊരു സന്തോഷം തന്നെയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും മക്കളുടെയും പരിശീലനം ലഭിച്ച ഓരോ ടീമുകളും വേദിയിൽ കയറുമ്പോൾ എല്ലാവരും നന്നായി ചെയ്യണമേ എന്ന പ്രാർത്ഥനയാണ് ഈ കുടുംബത്തിന്. ഇതൊരു മത്സരത്തെക്കാളുപരി ഒരു നാടിൻ്റെ സ്വപ്നം കൂടിയാണ്. അട്ടപ്പാടിയിൽ നിന്നും അനന്തപുരിയിലേക്കെത്തിയ കലാകുടുംബം പുതുതലമുറയ്ക്ക് തനത് കലാരൂപം പകർന്നു നൽകിയ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് അവർ മടങ്ങുന്നത്. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം.